സ്വാഗത പ്രസംഗത്തെക്കുറിച്ച് എന്തെല്ലാം ശ്രദ്ധിക്കണം, അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ആദ്യമായൊരു സദസ്സിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേജിലിരിക്കേണ്ട ആളുകളെ കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തണം. അതിനുശേഷം പരസ്പരം ഒന്ന് ചർച്ച ചെയ്യാൻ നമുക്ക് തുടങ്ങല്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് ഉസ്താദിനോട് തുടങ്ങല്ലേ എന്ന് ചോദിച്ചിട്ട് ഉസ്താദിനോട് പ്രാർത്ഥന ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ട് അൽ-ഫാത്തിഹ വിളിക്കുക. എന്നിട്ട് ഫാത്തിഹ ഓതിയതിന് ശേഷം ദുആ ചെയ്തതിന് ശേഷം അധ്യക്ഷൻ സ്വാഗത പ്രസംഗകനെ വേദിയിലേക്ക് ക്ഷണിക്കുക. അതിനുശേഷം സ്വാഗത പ്രസംഗകൻ സ്വാഗതം പറയുക. സ്വാഗതം അവസാനിപ്പിക്കുന്ന സമയത്ത് അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുക. ഇതാണ് ചെയ്യാനുള്ളത്. നമ്മൾ രണ്ടാളുകൾ കൃത്യമായിട്ട് ചെയ്തു, പക്ഷേ രണ്ടാളുകൾ അതിൽ ഭംഗം വരുത്തിയ ആളിൽ പെട്ട ഒരാളാണ് ഞാൻ. അതിന് ഞാനൊന്നും കൂടി പറഞ്ഞ് പരിശീലിച്ച് നോക്കുകയാണ്. ഓക്കെ, എന്നാൽ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഇനി കൂടുതലായൊന്നും പറയാനില്ല. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.